ലേൺ വിത്ത് പുണ്ണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓസ്കി റിലേറ്റഡ് കണ്ടന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓസ്കിയിലെ നമ്മൾ പ്രധാനപ്പെട്ട പേപ്പർ വർക്ക്സ്, അതായത് ഓസ്കി എക്സാമിന് കിട്ടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഓസ്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ചാർട്ടുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓസ്കി ഓൾറെഡി പഠിച്ച് എക്സാം ഒക്കെ അടുത്തിരിക്കുന്നവർക്ക് ഇതൊരു സെൽഫ് അസസ്മെന്റ് ആയിട്ട് എടുക്കാം. കാരണം ഞാൻ ആദ്യം ചാർട്ടാണ് കാണിക്കുന്നത്, പിന്നെ ആ ചാർട്ടിനെ കുറിച്ച് പറയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ചാർട്ട് കാണിക്കുമ്പോൾ തന്നെ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നൊരു സെൽഫ് അസസ്മെന്റ് ആയിട്ട് കൂടി ഇത് യൂസ് ചെയ്യാം. പിന്നെ ഓസ്കി പഠിച്ചു തുടങ്ങിയവർക്ക് എല്ലാ ചാർട്ടും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചാർട്ടുകളുടെ മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഞാനിപ്പോ കാണിക്കുന്ന ചാർട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഏതാന്ന്. സോ ഫസ്റ്റ് ഈ ചാർട്ടാണ് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്. ഫ്ലൂയിഡ് ബാലൻസ് നമുക്കൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട് അല്ലേ. നമുക്ക് എൻഎംസി തന്നിരിക്കുന്ന 21 പ്രൊസീജിയേഴ്സിന്റെ ലിസ്റ്റിലുണ്ട്. അത് 4 നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതി. അതിലുള്ള ഒരെണ്ണമാണ് ഫ്ലൂയിഡ് ബാലൻസ്. ഈ കാണിക്കുന്ന ഇമേജ് ആണ് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്. ഇതിന്റെ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് എന്നും വിളിക്കും. അപ്പൊ ഇതിലാണ് നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ട് ഒക്കെ മാർക്ക് ചെയ്ത് ടോട്ടൽ ബാലൻസ് കൂട്ടി എഴുതുന്ന ചാർട്ട്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്. സെക്കൻഡ് വൺ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് BMI ചാർട്ടാണ്. BMI ചാർട്ട് എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ഹൈറ്റും വെയിറ്റും കമ്പയർ ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന ചാർട്ടാണ് കേട്ടോ. ഇത് ന്യൂട്രീഷണൽ അസസ്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലാണ് ഈ BMI ചാർട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കാണുന്ന ഈ ചാർട്ട് ഏത് ചാർട്ടാണ് മനസ്സിലായല്ലോ? വെയിറ്റ് ലോസ് ചാർട്ടാണ്. ന്യൂട്രീഷൻ അസസ്മെന്റ് തന്നെ വെയിറ്റ് ലോസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോസിന്റെ പെർസെൻറ്റേജ് നോക്കാൻ പറ്റിയ ഒരു ചാർട്ടാണ്. നമുക്ക് 6 months അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പുള്ള പേഷ്യന്റ് വെയിറ്റും ഇപ്പോഴത്തെ കറന്റ് വെയിറ്റും തന്നിട്ട് അത് കമ്പയർ ചെയ്ത് വെയിറ്റ് ലോസ് കണ്ടുപിടിക്കുന്ന ചാർട്ടാണിത്. ഇപ്പൊ കാണിച്ച ചാർട്ടാണ് യൂറിൻ അനാലിസിസിന്റെ ചാർട്ട്. യൂറിൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണ് ഇന്റർപ്രറ്റേറ്റ് ചെയ്യുന്നത്? ആ കുപ്പിയുടെ പുറത്ത് തന്നെയാണ് ഈ ചാർട്ട് ഒട്ടിച്ചിരിക്കുന്നത് അല്ലെ. അതിന്റെ പുറത്ത് തന്നെ നോക്കിയാണ് നമ്മൾ റിസൾട്ട് എഴുതുന്നത്. അപ്പൊ ഈ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് എഴുതുന്നത്. അപ്പൊ ഇത് യൂറിൻ അനാലിസിസിന്റെ ചാർട്ടാണ്. ഇപ്പൊ നിങ്ങളെ കാണിച്ച ചാർട്ടാണ് PFEയുടെ ചാർട്ട്. PFE അതായത് പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റിന്റെ ചാർട്ടാണ് അല്ലെ. ഇതിൽ മെൻ ആയിട്ടുള്ള ആൾക്കാരുടെയാണ് മേളത്തെ ഗ്രാഫ്, ഫീമെയിൽസിൻ്റെയാണ് താഴത്തെ ഗ്രാഫ്. ഈ ഗ്രാഫ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ആസ്മയുള്ള പേഷ്യൻസിന് മെഡിസിനൊക്കെ എഫക്റ്റീവ് ആണെന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ നോർമൽ എത്ര PFE ആണ് അവർക്ക് വേണ്ടുന്നത് എന്ന് കമ്പയർ ചെയ്ത് പറയുന്ന ചാർട്ടാണ് PFE ചാർട്ട്. PFE പഠിച്ച എല്ലാവർക്കും ഈ ചാർട്ട് അറിയായിരിക്കും അല്ലേ. ഇപ്പൊ ഈ കാണുന്ന ചാർട്ടാണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷന്റെ ചാർട്ട് അല്ലെ. ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഓക്സിജന്റെ പ്രിസ്ക്രിപ്ഷന്റെ ചാർട്ടാണ്. അപ്പൊ ആ ചാർട്ടിൽ കണ്ടില്ലേ ഫ്ലോ റേറ്റ്, പിന്നെ സ്റ്റാർട്ടിംഗ് ഡിവൈസ് ആൻഡ് ഫ്ലോ റേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ സിഗ്നേച്ചർ എല്ലാം ഉണ്ട്, ഡേറ്റ്, ടൈം, പിന്നെ ഫ്ലോ റേറ്റ് പെർ ഡിവൈസ് എല്ലാം ഉണ്ട് അല്ലെ. ഇത് പിന്നെ ഏതാണ് ഇപ്പൊ റിസർവോയർ മാസ്കിലാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ വരുന്നത്. അപ്പൊ ഓരോരോ ഡിവൈസിന്റെ ഫുൾ ഫോം എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചാർട്ട്. ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർട്ടാണിത്. ഇപ്പൊ കാണുന്ന ചാർട്ടാണ് ന്യൂസ് ചാർട്ട്. എല്ലാവർക്കും അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ചാർട്ടാണ് ന്യൂസ് ചാർട്ട്. നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. നമ്മൾ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് എടുത്ത വൈറ്റൽ സൈൻസ് ചാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ, ന്യൂസ് എന്ന് പറയുന്ന ചാർട്ട്. ന്യൂസിന്റെ ഫുൾ ഫോം ഒക്കെ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ, അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് ന്യൂസ്. നമ്മൾ ന്യൂസ് എപ്പോഴും പറയുന്നുണ്ട്, എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചു വെക്കാം. ഇതാണ് ന്യൂസ് ചാർട്ട്. പിന്നെ ന്യൂസ് ചാർട്ട് അഡൽട്ട് പേഷ്യൻസിനാണ് ഉപയോഗിക്കുന്നത്. പീഡിയാട്രിക്കിന് വേറെ ന്യൂസ് ചാർട്ട് ഉണ്ട്, മെറ്റേണിറ്റിക്കും വേറെ ന്യൂസ് ചാർട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ പീഡിയാട്രിക് ഓസ്കി, മെറ്റേണിറ്റി ഓസ്കി അല്ലെങ്കിൽ വേറെ ഓസ്കി എഴുതുന്നവർക്കൊക്കെ ഉള്ളതാണ് നമുക്ക് ന്യൂസ് ചാർട്ട്. കറക്റ്റ് അഡൽട്ട് നഴ്സിംഗ് എഴുതുന്ന എല്ലാവർക്കും ഇതേ ന്യൂസ് ചാർട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് GCSന്റെ ചാർട്ട്. ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നാണ് അല്ലെ. നമ്മൾ മെന്റൽ ഹെൽത്തിലും ഇത് വരുന്നുണ്ട്, നമ്മൾ ന്യൂറോളജിക്കൽ അസസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ്കോ കോമ സ്കെയില്. അപ്പം നമുക്ക് സബ്ഡ്യൂറൽ ഹെമറ്റോമയുടെ സ്റ്റേഷനിലാണ് GCS ചാർട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാ ഓസ്കി പഠിക്കുന്നതിലും GCS ചാർട്ട് ഫില്ല് ചെയ്യാൻ പഠിച്ചിട്ടേ പോത്തുള്ളൂ അല്ലെ. നമുക്ക് ഇങ്ങനെ സബ്ഡ്യൂറൽ ഹെമറ്റോമ കിട്ടുന്നെങ്കിൽ GCS ചാർട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതാണ് GCS ചാർട്ട്. ഇപ്പൊ കാണുന്ന ചാർട്ടാണ് 6-SIT. 6-SIT ആയിട്ട് എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടാണ് 6-SIT ചാർട്ട്.
ഇതാണ് PHQ ചാർട്ട്. PHQ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റനറീസ് ചാർട്ടാണ്. ഇത് അസസ്മെന്റിൽ മിക്കപ്പോഴും ന്യൂസ് ചാർട്ടിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന ചാർട്ടാണ്. ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കും, നിങ്ങൾ കൂട്ടി എഴുതിയാൽ മതി കേട്ടോ. അത് PHQ ചാർട്ട്. ഇതാണ് മസ്റ്റ് ചാർട്ട്. മാൽന്യൂട്രീഷൻ യൂണിവേഴ്സൽ സ്ക്രീനിങ് ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് ന്യൂട്രീഷൻ അസസ്മെന്റ് പ്രൊസീജിയറിലാണ് നമുക്ക് ഈ ചാർട്ട് കിട്ടുന്നത്. ഇതിൽ മാൽന്യൂട്രീഷൻ, അതായത് സ്റ്റെപ്പ് 1ന്റെ സ്കോർ, സ്റ്റെപ്പ് 2ന്റെ സ്കോർ, സ്റ്റെപ്പ് 3യുടെ സ്കോർ ചെയ്തിട്ടാണ് ടോട്ടൽ മസ്റ്റ് സ്കോർ നമ്മൾ എടുത്തെഴുതുന്നത് ഈ ചാർട്ടിലാണ്. ഇത് ന്യൂട്രീഷൻ അസസ്മെന്റിലും കിട്ടും. ചിലപ്പോൾ അസസ്മെന്റിൽ ന്യൂട്രീഷൻ അസസ്മെന്റിനും കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ ചാർട്ടായിരിക്കും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാർട്ട്. ഇതാണ് ഓറൽ ഹെൽത്ത് അസസ്മെന്റ് ചാർട്ട്. ഓറൽ കെയർ പ്ലാൻ പ്രൊസീജിയർ നമുക്കുണ്ട് അല്ലേ. ഓറൽ കെയർ പ്ലാൻ പ്രൊസീജിയറിൽ ഓറൽ ഹെൽത്ത് നോക്കുന്ന ടൂളാണിത്. ഈ ടൂളിനകത്ത് ഓൾറെഡി സ്കോർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കൂട്ടി എഴുതിയാൽ മതി. അങ്ങനത്തെ ചാർട്ടാണിത്, ഓറൽ ഹെൽത്ത് അസസ്മെന്റ് ടൂൾ. ഇതാണ് യൂണിവേഴ്സൽ പെയിൻ സ്കെയിൽസ് ടൂള്. ഇത് ഓസ്കിയിൽ ചാർട്ടായിട്ട് തരത്തിൽ നമ്മൾ ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ പല വീഡിയോസിലും എപ്പോഴും പെയിൻ അസസ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൂടെ ഉള്ള ഒരു ചാർട്ടാണ് ഇത്. പെയിൻ അസസ്മെന്റ് ചാർട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ആഡ് ചെയ്തേ ഉള്ളൂ. ഓസ്കിയിൽ ഈ ചാർട്ട് കിട്ടത്തില്ല കേട്ടോ, നിങ്ങൾ ചോദിക്കുക ചെയ്യുന്നത്. ഇതാണ് VIP ചാർട്ട്, അതായത് വിഷ്വൽ ഇൻഫ്യൂഷൻ പ്ലബൈറ്റിസ് സ്കോർ ചാർട്ടാണ്. IV ക്യാനിൽ അസസ് ചെയ്യുന്ന ചാർട്ടാണ്. IV ക്യാനിൽ വർക്ക് ചെയ്യുമോ, IV ക്യാനിൽ ഓക്കെ ആണോ എന്ന് അസസ് ചെയ്യുന്ന അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഉൾപ്പെടുത്തിയ ചാർട്ടാണ് വിഷ്വൽ ഇൻഫ്യൂഷൻ പ്ലബൈറ്റിസ് സ്കോർ ചാർട്ട്. കാണാതെ പഠിച്ചിട്ടുണ്ട് ഓസ്കിക്ക് പോകാൻ. കുറച്ച് സ്റ്റുഡൻസ് പറയുന്നു കിട്ടിയിട്ടുണ്ട് ചാർട്ട് തരുമെന്ന്, കുറച്ച് പേര് പറയുന്നു ചാർട്ട് തരുന്നില്ല എന്ന്. എനിക്കറിയത്തില്ല, കാരണം എനിക്ക് ഈ സ്റ്റേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റിക്ക് IV ഇൻഫ്യൂഷൻ പ്ലബൈറ്റിസ് ചാർട്ട് കാണാൻ പഠിച്ചിട്ട് പോവുക. സ്കോർ 1 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, സ്കോർ 1 ആണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ചാർട്ടാണ് കേട്ടോ. അടുത്താണ് ബവൽ അസസ്മെന്റ് ചാർട്ട്. ഇതിനെ ബ്രിസ്റ്റോൾ സ്റ്റൂൾ ചാർട്ട് എന്നാണ് പറയുന്നത്. ബവൽ അസസ്മെന്റ് ചെയ്യുന്ന സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്ന ചാർട്ടാണ്. ഈ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മുടെ പേഷ്യന്റിന്റെ സാമ്പിളിന്റെ പിക്ചറാണ് നമുക്ക് തരുന്നത്. പിക്ചറോടെ കണ്ടിട്ട് ഏത് സ്റ്റൂൾ സാമ്പിൾ ആണ്, ടൈപ്പ് 7 ആണോ, ഡയറി ആണോ, ടൈപ്പ് 1 കോൺസ്റ്റിപ്പേഷൻ ആണോ എന്ന് നമ്മൾ എടുത്തെഴുതുന്ന ചാർട്ടാണ് ഇത് കേട്ടോ, ബവൽ അസസ്മെന്റ് ചാർട്ട്. ഇതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ചാർട്ട്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കിയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ചാർട്ടാണ്. നമ്മളെങ്ങനെയാണ് ഇതിനകത്താണ് ഡോക്യുമെന്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത മിഡ് സ്ട്രീം സ്പെസിമെൻ്റെ ചാർട്ടാണ്. നമ്മൾ മിഡ് സ്ട്രീം സ്പെസിമെൻ്റെ ഇത് നോക്കുന്ന റിസൾട്ട് നോക്കുന്ന ചാർട്ട് ഓൾറെഡി കാണിച്ചു. അത് കുപ്പിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ റിസൾട്ട്സ്. അതായത് ഗ്ലൂക്കോസൈഡ്സ് എത്ര കിട്ടി, നൈട്രേറ്റ് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അങ്ങനെ അത് ഡോക്യുമെന്റ് ചെയ്യുന്ന ചാർട്ടാണ്. ഈ ചാർട്ടാണ് നമ്മൾ എക്സാമിന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി എഴുതുന്നത് ഈ ചാർട്ടിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന ചാർട്ടാണ് പ്രഷർ ഏരിയ അസസ്മെന്റ് ചാർട്ട്. അതായത് പ്രഷർ ഏരിയയ്ക്ക് റിസ്ക് നോക്കുന്ന ചാർട്ടാണ് കേട്ടോ. ഇതിനെ ബ്രാഡൻ സ്കെയിൽ എന്ന് പറയും. ഇത് നോക്കിയിട്ടാണ് പേഷ്യന്റ് എത്രമാത്രം പ്രഷർ റിസ്ക് ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് മാക്സിമം ചാർട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വിട്ടുപോയിട്ടുള്ള ചാർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. വിട്ടുപോയിട്ടുള്ള ചാർട്ട്സ് ഒക്കെ കമൻറ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെയൊക്കെ കോപ്പി എടുത്തിട്ട് പുതിയൊരു വീഡിയോ ഇടാം. പിന്നെ നിങ്ങളിത് യൂസ്ഫുൾ ആക്കണം. ഓസ്കി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു. ബൈ.